ഒരു വിഭാഗം കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്ത ഡൽഹി ചലോ മാർച്ച് ഇന്ന് പുനരാരംഭിക്കും. കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ തള്ളിയ കർഷക സംഘടനകൾ ഡൽഹി ചലോ മാർച്ച് തുടരുമെന്ന് അറിയിച്ചിരുന്നു. കർഷക പ്രക്ഷോഭം കണക്കിലെടുത്ത് ഡൽഹി അതിർത്തികളിലും പഞ്ചാബ് ഹരിയാന അതിർത്തിയിലും അതീവ ജാഗ്രതയാണ് തുടരുന്നത്. നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, വിവരങ്ങൾ. രോഹിണി, 3 തവണ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് ഇന്ന് ഒരു വിഭാഗം കർഷകർ ഇന്ന് ഡൽഹി ചലോ മാർച്ച് പുനരാരംഭിക്കുമെന്നുള്ള വിവരങ്ങളാണ് നൽകുന്നത്. പ്രധാനമായും ഇപ്പോൾ ഹരിയാന പഞ്ചാബ് അതിർത്തിയായ ഷാംപു അതിർത്തിയിൽ ചില കർഷകർ നേരത്തെ തന്നെ അവിടെ പഞ്ചാബിന്റെ പല ഭാഗങ്ങളിൽ നിന്നും എത്തി. അവരവിടെ നേരത്തെ തന്നെ ടെന്റുകളും മറ്റും അടിച്ച് അവിടെ താമസം ഒരുക്കിയിരുന്നു. അതിനുശേഷമാണ് അവർ 2 തവണ ചർച്ചയ്ക്ക് തയ്യാറായത്. പിന്നീട് കഴിഞ്ഞ ഞായറാഴ്ച 3-ാം തവണയും സർക്കാരുമായി ചർച്ച നടത്തിയിരുന്നു. എന്നാൽ ആ ചർച്ചയിലും പരിഹാരം കാണാത്തതിനെ തുടർന്ന് ഇന്നു മുതൽ ചലോ ഡൽഹി മാർച്ച് പുനരാരംഭിക്കുമെന്നാണ് കർഷക സംഘടനകളെന്ന് അവകാശപ്പെടുന്നവർ വ്യക്തമാക്കിയത്. അതേസമയം തന്നെ തികഞ്ഞ സുരക്ഷയാണ് ഡൽഹിയിലടക്കം ഒരുക്കിയിട്ടുള്ളത്. ഒരു തരത്തിലും ഈ ട്രാക്ടർ പോലുള്ള കൃഷിക്ക് ഉപയോഗപ്രദമാകുന്ന വാഹനങ്ങൾ ഹൈവേയിൽ അനുവദിക്കില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. മാത്രമല്ല, ഡൽഹിയിലേക്ക് കടന്നു വരുവാൻ ഒരു തരത്തിലും അനുവദിക്കില്ല. നിലവിൽ CRPC സെക്ഷൻ 144 പ്രകാരം നിരോധനാജ്ഞ ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലുമുണ്ട്. നിരോധനാജ്ഞ ലംഘിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. മാത്രമല്ല, പോലീസ് അതേപോലെ തന്നെ അർദ്ധസൈനിക വിഭാഗങ്ങളൊക്കെ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഏത് വിധേനയും ഈ കർഷകരെന്ന് അവകാശപ്പെടുന്നവരെ നേരിടുവാൻ വേണ്ടിയാണ് പോലീസും അതേപോലെ തന്നെ മറ്റ് സന്നാഹങ്ങളും ഒരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഷാംപു അതിർത്തിയിൽ പോലീസിന്റെ ബാരിക്കേഡുകൾ മറികടന്നുകൊണ്ട് ഡൽഹിയിലേക്ക് ഹരിയാന ഭാഗത്തേക്ക് കടക്കുവാൻ ശ്രമിച്ച ഒരു ഭാഗം കർഷകർ എന്ന് അവകാശപ്പെടുന്നവർക്കെതിരെ കണ്ണീർവാതകമടക്കം പ്രയോഗിക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീടാണ് ഈ സർക്കാരുമായി ചർച്ചയുണ്ട് എന്നുള്ള അറിയിപ്പുകൾ ഉണ്ടാകുകയും തുടർന്ന് ഡൽഹിയിലേക്കുള്ള മാർച്ച് അവർ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തത്. കഴിഞ്ഞ ഞായറാഴ്ച മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള സംഘം കർഷകരുമായി നടത്തിയ ചർച്ചയും പ്രയോജനപ്രദമാകാതെ അല്ലെങ്കിൽ ഫലപ്രദമാകാതിരുന്നതോടുകൂടി ഇന്ന് വീണ്ടും ബുധനാഴ്ച പുനരാരംഭിക്കുമെന്നുള്ള വിവരങ്ങളായിരുന്നു ലഭ്യമായിരുന്നത്. ഏതായാലും ഇതനുസരിച്ച് ഇന്ന് കർഷകർ ഡൽഹിയിലേക്ക് ചലോ മാർച്ചുമായി പുറപ്പെടുമെന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.